ബാഗ് കിട്ടത്തില്ല. സുചേട്ടന്റെ പെട്ടിയാണോ? സുചേട്ടന്റെ പെട്ടിയാണോ? ഈ ഓൺലൈൻ മീഡിയ എങ്ങനെയാണ് ചേച്ചിയുടെ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അറിയുന്നത്? ഇപ്പം എന്താ പറയാ, 3000 എടുക്കുവാണ് സബ്സ്ക്രിപ്ഷൻ. അപ്പൊ വരുമാനം 6 ലക്ഷത്തിന്റെ അടുത്തോട്ട് വരുവാണ്. എനിക്ക് വയ്യ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കുട്ടിയോട് ഞാൻ ഇതിന് ചർച്ച ചെയ്ത് വേറെ ആളെടുത്ത് പറഞ്ഞത് ആ കുട്ടി പറഞ്ഞത് എന്റെ ക്ലാസ് ടീച്ചർ എന്റെ അടുത്തുള്ള ഒരു ആള് അവരെ കാണുന്ന പോലെ എനിക്ക് ഇവരെ കാണാൻ തോന്നുന്നു, അത് തോന്നുന്നു. അപ്പൊ അവരെ കുറിച്ച് കൂടുതൽ കാണാൻ വേണ്ടി ഞാൻ പൈസ ഒപ്പിച്ച് സബ്സ്ക്രിപ്ഷൻ എടുത്തു. ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നും വന്നിരിക്കുന്ന രേണുസുതി സബ്ജക്റ്റ് കൊണ്ട് തന്നെയാണ്. അപ്പം നമുക്കറിയാലോ, രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ ആണ് ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായിട്ട്. രേണുസുതി ശരിക്കും പറയുകയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോഴാണ് ഇതൊരു വലിയ ചർച്ചയായതും. എന്താണ് പർപ്പിൾ ഹാലിസിൻ പറഞ്ഞ അക്കൗണ്ട്, അതുപോലെ മാധവി, ലൈഫ് ഓഫ് മാധവി, പിന്നെ ഒരു അപർണ എന്ന് പറഞ്ഞ ഒരു കട്ട ഒരു മോള്. അപ്പൊ അവളെ കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ എന്താണെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള അക്കൗണ്ട്, പിന്നെ സാറ, ലൈഫ് ഓഫ് സാറ, അങ്ങനെ എനിക്കറിയത്തില്ല, കുറേയധികം ഇങ്ങനെ അക്കൗണ്ടുകളെ കുറിച്ച് നമ്മൾ അറിയാൻ തുടങ്ങിയത് ഈ രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ എന്താണ് ചർച്ചയായപ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ രേണുസുതി സബ്സ്ക്രിപ്ഷൻ എടുത്താണ് ഇവരെ 10 പേരെ ആളറിഞ്ഞു തുടങ്ങിയത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ, നമ്മൾ പേടിച്ചതുപോലെ തന്നെ സമൂഹത്തോട്ട് ഇത് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു വീഡിയോ കാണാൻ ഇടയുണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു 13-കാരൻ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം മാതാപിതാക്കൾ അറിയാണ്ട് അവരുടെ ATM കാർഡ് എടുത്ത് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതിനകത്ത് പറഞ്ഞ വോയിസ് ആണ് നമുക്ക് വളരെ ഭയാനകമായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ, ഈ ഒരു കണ്ടന്റ്, ഇവരുണ്ടാക്കുന്ന ഈ ഒരു കണ്ടന്റ് നമുക്ക് നിർത്തണമെന്ന് നമ്മൾ ഇങ്ങനെ നിരന്തരമായിട്ട് പറയാനുള്ള കാര്യം ഇതാണ്. കൊച്ചു പിള്ളേരാണ്, വളർന്നു വരുന്ന പിള്ളേരാണ്, അവർക്ക് ഹോർമോൺ ചേഞ്ച് ഉണ്ട്. അപ്പം ഈ ഒരു ടീനേജ്, അതായത് ഒരു 10 വയസ്സ് മുതൽ 15 ആ ഒരു വയസ്സിലോട്ട് കിടക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ലെവൽ ഹൈ ആകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കറിയാലോ, അപ്പോഴാണ് നമ്മുടെ വികാരങ്ങളും ഒക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോഴാണല്ലോ കൂടുതലും നമ്മൾ കോളേജ്, സ്കൂളുകളിലൊക്കെ പ്രേമങ്ങളൊക്കെ, കുഞ്ഞു പ്രേമങ്ങളൊക്കെ 7ാം ക്ലാസ്സിൽ അങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടാകുന്നത്. അപ്പൊ ആ സമയത്ത് ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ, അതായത് ഇൻസ്റ്റയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ പിള്ളേരെല്ലാവരും ഉപയോഗിക്കും. അത് ഈ വന്ന കാലത്ത് നമ്മൾ 1 മണിക്കൂർ ഫോൺ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രായോഗികമായ കാര്യമല്ല. അപ്പൊ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു കണ്ടന്റ് ഒക്കെ കാണുന്ന സമയത്ത് അവരുടെ ഈ ഒരു ഹോർമോൺ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഇത് കൂടുതൽ അറിയാനുള്ള ത്വര ഇവരിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ തുടങ്ങി കുറച്ചധികം കാര്യങ്ങളൊക്കെ ഇപ്പം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ രേണുസുതിയുടെ കുറച്ച് കാര്യങ്ങളും കുറെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നവരുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വിവരവും ഇല്ലാത്തവരാണ്, ഒരു എന്താ പറയുക, വേസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, സമൂഹത്ത് ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കുന്നവരാണ് ഈ രേണുസുതിയെ പോലുള്ളവരെ ഈ സപ്പോർട്ട് ചെയ്ത് വരുന്നവർ. അപ്പം കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, എന്റെ വീഡിയോ എല്ലാവരും മുഴുവനായും കാണാൻ ശ്രമിക്കുക. വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് കൊടുത്തുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്താണ് പറയാനുള്ളത്, അഭിപ്രായം, നിങ്ങളുടെ എല്ലാവരും അഭിപ്രായം പറയണം. ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി, പിന്നെ മോളമ്മ, ആ ചേച്ചിയൊക്കെ അടിപൊളിയാ മോളെ എന്നും എനിക്ക് കമന്റ് ചെയ്യാറുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്നവരാണ്. ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയാട്ടോ. എനിക്ക് കമന്റ് ചെയ്യുന്നവരുടെ കുറച്ചധികം ആൾക്കാരെ പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്നാലും അവർ സ്ഥിരമായിട്ട് എനിക്ക് കമന്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവർക്കൊരു താങ്ക്സ് പറയണമല്ലോ. കാരണം നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് ഇരുന്ന് കാണുന്ന ഒരു വ്യക്തികളാണല്ലോ. അപ്പൊ എന്താണ്, ഞാൻ അവരുടെ പേരൊക്കെ ഇന്നത്തെ പറഞ്ഞായിരിക്കും. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ രേണുസുതിയെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. RJ ലച്ചു ആണ് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇപ്പം നേരത്തെ മെയിൻ സ്ട്രീം ചാനലുകാർ ഇങ്ങനെ പുറകെ നടന്ന് ചോദിക്കുമായിരുന്നു. അപ്പൊ എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ അതൊക്കെ വിട്ടിട്ട് ഇപ്പൊ RJ ലച്ചുവിനെ ആക്കിയേക്കുവാണ് ആ പരിപാടി. എന്താണേലും ഋതപ്പന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഇന്ന് രേണു ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഋതപ്പന്റെ കൂടെ ചേച്ചിയുടെ കൊച്ചാന്ന് തോന്നുന്നു, ചേട്ടനും എന്നൊക്കെ പറഞ്ഞ ഒരു ക്യാപ്ഷനൊക്കെ ആക്കിയിട്ട് ഈ 2 പിള്ളേരും തമ്മിൽ ചേർന്ന് ഒരു നടയൊക്കെ ചവിട്ടി കയറുന്ന ഒരു റീൽ. എന്നിട്ട് നമ്മുടെ ഈ സോങ് ആണ് ഇട്ടേക്കുന്നത്, വാഴയിലെ സോങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്കൊന്ന് കിച്ചുവിന് കൊടുത്ത ഒരു കൊട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ ഇത് കാണുമ്പോൾ കിച്ചുവിന് ഒരു ഇതുണ്ടാവുമല്ലോ, അത് ചേട്ടൻ അനിയെന്നുള്ള ഒരു ക്യാപ്ഷനൊക്കെ ഇട്ടിട്ടാണ് ഈ സംഭവം ഓടിയേക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് കാണാം. കിച്ചു രേണു ചേച്ചിനെ തള്ളി പറഞ്ഞാൽ ഒരു സമയത്ത് രേണു ചേച്ചിയുടെ റിയാക്ഷൻ എന്തായിരിക്കും? എന്താ പറയാ, നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും എന്താ പറയാ, ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ചില മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കുന്നു, മാതാപിതാക്കളെ തള്ളിക്കളയുന്ന സമൂഹം, അതുപോലെ മക്കളെ തള്ളിക്കളയുന്ന മാതാപിതാക്കൾ. ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്നതാണ്, നമ്മുടെ വാർത്തകളിലാണ് എവിടെയാണ് കാണുന്നത്. കിച്ചുവിന്റെ സ്ഥാനത്ത് ഇപ്പൊ ഋതപ്പനാണെങ്കിൽ പോലും വലുതാകുമ്പത്തിന് അമ്മയെ ഇപ്പൊ എന്നെ തള്ളി പറഞ്ഞ ഞാൻ അവന്റെ വഴിക്ക് വിടത്തേ ഉള്ളൂ. ഞാൻ പുറകെ പോയി എന്തായാലും ശല്യം ചെയ്യാൻ പോകില്ല. കിച്ചു ആണെങ്കിൽ പോലും എന്നെ തള്ളിക്കളഞ്ഞെങ്കിൽ എന്തിനാ നമ്മൾ അവനെ 22 വയസ്സുള്ള യുവാവാണ്. അപ്പൊ ആ കുട്ടീനെ പോയി നമ്മൾ തള്ളിക്കളയേണ്ട കാര്യം, നമ്മൾ പുറകെ ചെന്ന് ശല്യം ചെയ്യേണ്ട കാര്യമില്ല. എന്നെ ഇട്ടിട്ട് പോയാൽ ബൈ പറഞ്ഞു ഞാനും അങ്ങനെ, അല്ലാതെ ഞാൻ പുറകെ പോയി ശല്യം ഒന്നും ചെയ്യത്തില്ല.
ഒരു സംശയമില്ല രേണു ഒരു കാലഘട്ടത്തിൽ എത്തുമ്പോഴത്തേക്ക് ആ കൊച്ചിന് ഋതപ്പൻ ഒരു അറിവാകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് മേ ബി ചിലപ്പോൾ നിങ്ങളെ തള്ളി പറയാനുള്ള ഒരു ചാൻസ് ഞാൻ 100-110% കാണുന്നുണ്ട്. കാരണം നിങ്ങൾ അങ്ങനെയാണ് ആ കൊച്ചിനെ നോക്കുന്നതും വളർത്തുന്നതും എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ ലോകത്ത് നടക്കുകയാണ്. ആ കുട്ടിയെ തീരെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ അതിന് ആരും നല്ല രീതിയിൽ ആഹാരം കൊടുക്കുന്നതായിട്ട് അതിന്റെ പടുതി കണ്ടാൽ തോന്നത്തില്ല. നല്ല രീതിക്ക് അത് ഒരിക്കലും ഡ്രസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ നഖങ്ങളൊക്കെ മിക്ക വീടുകളിലും നഖങ്ങളൊക്കെ വളർന്ന് അതിനകത്തൊക്കെ ചെളിയായിട്ടിരിക്കുന്ന ഒരു തരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് നേരെ ചൊവ്വ അതിന്റെ മുടി ഒന്ന് നേരെ കറക്റ്റ് സമയത്ത് വെട്ടിക്കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതിനെ കുളിപ്പിക്കുന്നുണ്ടോ പല്ല് തേപ്പിക്കുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അപ്പം ആ ഒരു രീതിയിലാണ് ഋതപ്പനെ നമ്മൾ എപ്പോഴും കാണുന്നത്. ഒരു കുളിച്ച് നനച്ച് വൃത്തിയായിട്ട് ഒരു കുട്ടികൾ ഒരുങ്ങി നടക്കേണ്ട സമയമാണ് ഇത്. ഇപ്പം നമ്മുടെ പിള്ളേരെയൊക്കെ നമ്മൾ ഈ സമയത്ത് നന്നായിട്ട് വൃത്തിയാക്കി ഒരുക്കി നടത്തുന്ന ഒരു സമയമാണ്. നല്ല ഡ്രസ്സൊക്കെ ഇടിയിച്ച്. അപ്പൊ ഇതൊന്നും രേണുവിനെ ബാധിക്കുന്ന കാര്യമല്ല. രേണു ഒരു പിള്ളേരെ നോക്കണം വിധവയാണെന്നുള്ള ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്താണ് സബ്സ്ക്രിപ്ഷനും എടുത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ബാറിലും ഒക്കെ ഈ ആണുങ്ങൾ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണെങ്കിലും അവരുടെ മുന്നിൽ കാണിച്ചുകൊണ്ട് കാശ് വാങ്ങുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി. സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിലൂടെ എന്താണ് ആണുങ്ങളുടെ വികാരത്തെ മുതലെടുത്തുകൊണ്ട് അവിടെ ഇവിടെ അറ്റവും മൂലവും ഒക്കെ കാണിച്ച് പൈസ വാങ്ങിച്ച് എന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കുഞ്ഞുങ്ങളെ നോക്കുന്നതും ഭേദം അത് നമ്മളെ ജീവിതം അങ്ങ് ഇല്ലാതെ ആക്കുന്നതാണ് നല്ലത്. പക്ഷെ രേണുസുതിക്ക് ഇത് അനുയോജ്യമാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം സാധാരണ മാനാഭിമാനമുള്ള സ്ത്രീകൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരിക്കലും അവര് തന്റെ മാനം വിട്ട് അല്ലെങ്കിൽ തന്റെ മാനം മറ്റുള്ളവർക്ക് എന്താണ് ആസ്വദിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരിക്കലും തന്റെ മക്കളെ നോക്കേണ്ട ഒരു ഗതികേട് അത് വല്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂല് വളരെ എന്താണ് ഞാനൊരു അത്രയും സെന്റിമെന്റ്സ് ഇറക്കിയിട്ടുള്ള ഒരു ഡ്രാമയാണ് ഇതിനകത്ത് കാണുന്നത്. എനിക്ക് കൂടുതലൊന്നും പറയില്ല. രേണുസുതി A to Z നമ്മൾ പേഴ്സണലായിട്ട് എനിക്ക് അവരറിയില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു വെച്ചിട്ടാണെങ്കിൽ രേണുസുതി ഭയങ്കര ഡ്രാമ ക്യൂനാണ്. അങ്ങനെ സംഭവിച്ചാലും രേണു ചേച്ചിയിലുള്ള അമ്മ എന്ന സ്നേഹം കിച്ചുവിന് കൊടുത്ത സ്നേഹം ഇല്ലാതാവോ? ഒരിക്കലും ഇല്ലാതാവത്തില്ല. ആ മാതൃ അന്ന് ആദ്യമായിട്ട് എന്നെ അമ്മ എന്ന് വിളിച്ചു കിച്ചുവാണ്. ആ ഒരു സ്നേഹം എന്നും നിലനിൽക്കും. രേണു ഒരു സുചേട്ടന്റെ പെട്ടിയാണോ? സുചേട്ടന്റെ പെട്ടിയാണോ ഇത്? ഇതെന്റെ പറ്റില്ല. അത് ഉപേക്ഷിച്ചാ സൂചന്റെ പെട്ടി ഉപേക്ഷിച്ചില്ല. അതിന്റെ ഈ ഇതില്ലേ വീല് ഇതിപ്പം സുധിച്ചേട്ടന്റെ ഇതിപ്പോ സുധിച്ചേട്ടന്റെ പെട്ടിയാണോ എന്നൊക്കെ അവന്മാർ ചോദിക്കുന്നുണ്ട്. ഇതിന് എന്തിനാ സുധിച്ചേട്ടന്റെ പെട്ടിയും കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു DNA കാര്യം വന്നപ്പോ തന്നെ സുധിയെ എന്താണ് കുഴിമാടത്തിൽ നിന്ന് മാന്തി എടുക്കുക എന്നാ ആ ഒറ്റ ഡയലോഗിൽ തന്നെ നിങ്ങൾ ആരാണ് സുധി, നിങ്ങൾക്ക് ആരായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പൊ ഇനി അതും വാല തൂങ്ങി നടക്കേണ്ട കാര്യമില്ല. അതിൽ നിന്ന് രേണുസുതി ആരാണ്, എന്താണ്, ഒരു ഭാര്യ എന്ന നിലയിൽ താൻ ആരായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായതാണ്. പോട്ടെ. കിച്ചു രേണു ചേച്ചിനെ തള്ളി പറഞ്ഞാൽ ഒരു സമയത്ത് രേണു ചേച്ചിയുടെ റിയാക്ഷൻ എന്തായിരിക്കും? എന്താ പറയാ, നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും എന്താ പറയാ, ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ചില മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കുന്നു, മാതാപിതാക്കളെ തള്ളിക്കളയുന്ന സമൂഹം, അതുപോലെ മക്കളെ തള്ളിക്കളയുന്ന നാക്കുകൊണ്ട് കിച്ചു എന്റെ മൂത്ത മകനാണെന്ന് പറഞ്ഞ ഒരു കാര്യമില്ലല്ലോ രേണു. മക്കളാണെങ്കിൽ ചിലപ്പോൾ അമ്മമാരെ അച്ഛന്മാരെയൊക്കെ തള്ളി പറഞ്ഞിരിക്കും. ഞാനൊക്കെ എത്ര തവണ എന്റെ അമ്മയില് ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ദേഷ്യം വരുമ്പോഴൊക്കെ. ഒരിക്കലും എന്റെ അമ്മയൊന്നും ഒരു എന്താണ് പൊതു സമൂഹത്തിൽ പോയിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ തമ്മിലുള്ള വഴക്കുകൾ മുതലെടുക്കാൻ നോക്കിയിട്ടുണ്ട് ബന്ധുക്കളൊക്കെ. അപ്പൊ എന്റെ അമ്മ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്റെ മകളല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്, അത് സാരമില്ല, ഞാൻ അങ്ങ് സഹിച്ചു, അങ്ങനെ പറഞ്ഞിട്ട് മറ്റുള്ളവർ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്ക് അടുത്ത ബന്ധുക്കളായിരിക്കും കുറ്റം പറഞ്ഞുകൊണ്ട് എന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്ക് അമ്മ ഒറ്റ ഡയലോഗിൽ അടപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവൾ എന്നെ കുറിച്ചല്ലേ പറഞ്ഞത്, സാരമില്ല, ഞാൻ അത് സഹിച്ചു, എന്റെ മകളല്ലേ അങ്ങനെ പറഞ്ഞത്. ഏതോ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്റെ ടെമ്പർ വിട്ട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അമ്മയോട്. അപ്പം അങ്ങനത്തെ അത് എല്ലാ വീട്ടിലും ഒക്കെ ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ നമ്മൾ എടുത്തടിച്ച് സംസാരിക്കും. അപ്പം അതാണ് അമ്മമാര്. മക്കൾ എന്ത് പറഞ്ഞാലും നമ്മുടെ അമ്മയെന്ന് പറഞ്ഞ ഒരു സംഭവം എന്താണ്, നമ്മളോട് എപ്പോഴും ക്ഷമിക്കുന്ന ഒരു കോടതിയാണ് അമ്മ. നമ്മളോട് പരിപൂർണമായിട്ട് ക്ഷമിക്കുന്ന ഒരു കോടതി ഉണ്ടെങ്കിൽ അത് അമ്മ മാത്രമാണ്. അമ്മമാരെ നമ്മളോട് ക്ഷമിക്കുള്ളൂ. അപ്പൊ ഞാനും ഒരു അമ്മയാണ്. ഒരിക്കലും നമ്മൾ ഒരു കുട്ടിയെ വഴക്ക് പറഞ്ഞു, നമ്മൾ പ്രസവിച്ച് വളർത്തി നമ്മുടെ മക്കളെ വഴക്ക് പറഞ്ഞു, നമ്മൾ എന്തുമാത്രം പറഞ്ഞു, നമ്മൾ തള്ളി പറഞ്ഞു, ആ കുട്ടികളെ തള്ളി പറഞ്ഞു, ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല നമ്മൾ ഒരിക്കലും. അത് നമ്മളൊരു കുട്ടിയെ നമ്മുടെ മക്കളെ നമ്മൾ ഒരു അടി കൊടുക്കുമ്പോൾ നമുക്ക് അത്രമാത്രം വേദന അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്കുണ്ടാവും. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ കുട്ടികളെ അങ്ങനെ മൂത്ത ആളെ ഞാൻ അടിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ ആളെ ഞാൻ ഒട്ടും കൈകൊണ്ട് പോലും ഞാൻ ഇച്ചപ്പോന്ന് പോലും ഞാൻ പറഞ്ഞില്ല. അപ്പം നമുക്കത് കാരണം മൂത്ത കുട്ടി ഉണ്ടായ സമയത്ത് ഞാൻ അത്രയും കൂടി ചെറുതായിരുന്നു. അപ്പൊ എനിക്ക് അത്രയും മെച്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കുട്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടെ മെച്യൂറായി. അപ്പൊ എനിക്ക് 10-28 വയസ്സായി രണ്ടാമത്തെ കുട്ടി വന്നപ്പോഴത്തേക്ക്. അപ്പം ഞാൻ ആ ഒരു രീതിയിലാണ് ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെയൊക്കെയാണ് അമ്മമാരെന്ന് പറഞ്ഞു. ഒരിക്കലും അമ്മമാര് മക്കളെ തള്ളി പറയില്ല. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നല്ല ലെങ്തി ആവും. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഫുള്ളും ഈ വീഡിയോയിലൂടെ പറയാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ 2 പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും.
ഈ ഓൺലൈൻ മീഡിയ എങ്ങനെയാണ് ചേച്ചിയുടെ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അറിയുന്നത്? ഇപ്പം എന്താ പറയാ, അതിപ്പം പറയാണെങ്കിൽ മറ്റേ എന്തുവാ, പത്താഴത്തിൽ നെല്ലുണ്ടെങ്കിൽ എവിടെ നിന്നാലും എലികൾ ഓടി വരുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആ ഒരു പഴഞ്ചൊല്ലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാനിത് തമാശ രീതി പറഞ്ഞാണ്. എന്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും ഓൺലൈൻ മീഡിയാസ്. എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും, എല്ലാവരും അല്ല, ഒട്ടുമിക്ക ആൾക്കാരും എന്തായാലും നോട്ട് ദ പോയിന്റ്. രേണുവിനെ വെളുപ്പിക്കാൻ ഇറങ്ങുന്ന കൂട്ടുകാരികൾ സജനയുടെയും ശ്രീതുവിന്റെയും മെയിൻ പ്രശ്നമാണിത്. ഒരേ വായം കൊണ്ട് അറ്റ് എ സെയിം ടൈം രണ്ട് വർത്താനം പറയും. ഒരു രക്ഷയില്ല ഇവരെ കൊണ്ട്. കാരണം ഇതിനകത്ത് പറഞ്ഞു എല്ലാവരും ഓൺലൈൻ മീഡിയക്കാരെല്ലാവരും എന്റെ കൂട്ടുകാരാന്ന് പറയുന്നു, എല്ലാവരും എന്റെ കൂട്ടുകാരാന്ന് തറപ്പിച്ച് പറയുന്നു. അതേസമയം അടുത്ത ഡയലോഗ് വരുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും അല്ല, ഓൾമോസ്റ്റ് എല്ലാവരും എന്ന് മാറ്റി പറഞ്ഞു. ഇത് തന്നെയാണ് ശ്രീതുവിന്റെ വിഷയം, ഇത് തന്നെയാണ് സജനയുടെയും വിഷയം. ഒരു കൺസിസ്റ്റൻസി ഇല്ല, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവർക്കില്ല. ഫ്ലക്ച്വേഷൻ ആണ്, എപ്പോഴും വേണം ഇങ്ങനെ മാറ്റി മറിച്ചു ഇങ്ങനെ പറയാം. അത് ഇവരുടെ ബ്രെയിൻ, ഈ യൂണിവേഴ്സിൽ അടങ്ങിയിരിക്കുന്ന എല്ലാവരുടെയും ബ്രെയിൻ ഇങ്ങനെയാണോ എന്ന് അറിയത്തില്ല. എന്തോ ഫോർച്ചുനേറ്റ്ലി ആണോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിനകത്ത് പ്രതികരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് പറയാനുള്ള ലൂപ്പ് പോയിന്റ് ഇവർ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അതേ പിടിച്ച് നമുക്ക് ഇവരെ മലത്തി അടിക്കാനുള്ള കുറെ അധികം സംഭവങ്ങൾ കിട്ടും. അങ്ങനെയാണ് ഇവർ പലവരുടെ എടുത്ത് ഇങ്ങനെ 3G ആയിട്ട് നിൽക്കുന്നത്. 3000 എടുക്കുവാണ് സബ്സ്ക്രിപ്ഷൻ. അപ്പൊ വരുമാനം 6 ലക്ഷത്തിന്റെ അടുത്തോട്ട് വരുവാണ്. എനിക്ക് വയ്യ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എനിയുടെ സ്പെഷ്യലായിട്ട് എന്താ? എന്റെ ഫാൻസിന് ഇഷ്ടപ്പെട്ടല്ല, ഫാൻസിന് ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞല്ലോ. എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സന്തോഷമുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഏതാണ്ട് 6 ലക്ഷം രൂപയിലോട്ട് മന്ത്ലി സാലറി എത്തുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയല്ലേ. അപ്പൊ നമുക്കങ്ങ് ക്ഷമിച്ച് പുറത്തങ്ങ് കൊടുക്കാം. സുധിച്ചേട്ടന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരു ഭാര്യ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ അങ്ങേര് മോളിൽ ഇരുന്നല്ലേ. അപ്പം എന്തായാലും സംഗതിക്കുള്ള. അപ്പൊ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഒരു വീഡിയോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എനിക്കെല്ലാം ആ വീഡിയോ നമുക്ക് കാണാം. റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പൊ തന്നെ 15 മിനിറ്റ് ആയതേ. അപ്പൊ എന്താണ്, നിങ്ങൾ ഈ വീഡിയോ ഫുള്ളും കാണണം കേട്ടോ. അപ്പൊ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വന്നിരുന്ന പേയ്മെന്റ് വീഡിയോ കണ്ടിട്ടായിരിക്കും കാണാൻ വേണ്ടി വലിയൊന്നുമില്ലല്ലോ. ഞാൻ ഇങ്ങനെ പുറത്തുമായി ടി വി കാണിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അതിനകത്ത്. അതൊക്കെ വന്നിരുന്ന് കണ്ടിട്ട് ഇപ്പോഴത്തെ മാതിരി തന്നെ തെറി വിളിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. പകൽമാന്യമായ ആൾക്കാരാണ്. രാത്രി ഇരുട്ടത്ത് പോവുകയും ചെയ്യും, പകലത്തവരെ കളിയാക്കുകയും ചെയ്യും, ആക്ഷേപിക്കുകയും ചെയ്യും. പക്ഷെ അത് കാണുന്ന കൂടുതൽ കുട്ടികളാണല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ചർച്ചയായ സബ്സ്ക്രിപ്ഷൻ, ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ നേടിയ മലയാളി പെൺകുട്ടി പർപ്പിൾ ചേച്ചി. കാര്യം ഇതല്ലാതെ ഒരുപാട് നമ്മൾ അറിയാത്ത പ്രശസ്തരായ ഒരുപാട് ആൾക്കാർ നേരത്തെ ചെയ്തു വെച്ച കാര്യമാണ്. ഇങ്ങനെ മെനി പ്രദർശനങ്ങളും അല്ലാതെ എന്തും ആയിക്കോട്ടെ, എന്തിനും പ്രത്യേകിച്ച് കാണാൻ പറ്റുന്ന പ്രതീക്ഷയാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം പിതാവിന്റെ അടുത്തേക്ക് വരുവാണ് സംഭവം. ഇവിടെ എന്ന് പറഞ്ഞാല് ഒരു കുട്ടിയെ സബ്സ്ക്രൈബ് ചെയ്യാൻ തുനിഞ്ഞ ഒരു സംഭവമാണ് പറയുന്നത്. ഒരു അച്ഛന്റെ അമ്മയുടെ അടുത്തു നിന്ന് അവരറിയാണ്ട് ഒരു കുട്ടിയെ സബ്സ്ക്രൈബ് ചെയ്ത കാര്യമാണ്. അതൊന്നും അല്ല ഹൈലൈറ്റ്, ബാക്കിയും കൂടെ കുറച്ചുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു നോക്ക്. കണ്ടു, അതൊക്കെ അവർ ഇഷ്ടം. ഈ ലോകത്ത് ഏത് രീതിയിൽ കാശുണ്ടാക്കാൻ എല്ലാവരും സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്, അവർ ചെയ്തോട്ടെ. ഇവിടെ അതല്ല. എന്റെ മകൻ 13 വയസ്സുകാരൻ ഇങ്ങനെ സംഭവം കണ്ടായിട്ട് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എന്റെ ഇത് പൈസ സബ്സ്ക്രിപ്ഷൻ എടുത്ത് വീഡിയോ കണ്ടു. ഒന്ന് ഓർത്ത് എന്റെ അവസ്ഥ നിങ്ങൾ ചിരിച്ചു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്കൊന്നും ഇല്ലാത്തൊരു പറയാം. കാര്യം നമ്മുടെ മക്കളൊക്കെ ഉണ്ട്, പലരും മക്കളുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരു കുട്ടിയോട് ഞാൻ ഇതിന് ചർച്ച ചെയ്ത് വേറെ ആളെന്ത് പറഞ്ഞത്, ആ കുട്ടി പറഞ്ഞത് എന്റെ ക്ലാസ് ടീച്ചർ, എന്റെ അടുത്തുള്ള ഒരു ഇന്നാണ്, അവരെ കാണുന്ന പോലെ എനിക്ക് ഇവരെ കാണാൻ തോന്നുന്നു, അത് തോന്നുന്നു. അപ്പൊ അവരെ കുറിച്ച് കൂടുതൽ കാണാൻ വേണ്ടി ഞാൻ പൈസ ഒപ്പിച്ച് സബ്സ്ക്രിപ്ഷൻ എടുത്തു. ഓക്കെ, കേട്ടല്ലോ. ഇവിടെ നമുക്ക് പ്രതികരിക്കാതെയും പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ ഒരു 13കാരൻ പറഞ്ഞ ഒരു കാര്യമാണ്, എടാ സബ്സ്ക്രിപ്ഷനിൽ കാണുന്ന അതേ ലേഡിയെ പോലെയാണ് എന്റെ ടീച്ചർ. അപ്പൊ ആ ടീച്ചറിനെ ഞാൻ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കൊന്ന് ആലോചിച്ച് നോക്കി, പിള്ളേരുടെ ലെവൽ എങ്ങോട്ടാ പോകുന്നത്. നാളെ അവന്റെ സ്വന്തം അമ്മയിലും പെങ്ങളെയും വരെ അവൻ അങ്ങനെ കാണാൻ ആഗ്രഹിക്കത്തില്ല. ഇതൊരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് കൊടുക്കുന്നത്. ഇത് തീർച്ചയായിട്ടും സർക്കാരിന്റെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം, ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു മെറ്റ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ബാൻ ചെയ്യണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇതുപോലെയുള്ള കുറെ അവൾമാര് ഇവര് മെറ്റ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു അവസരം ഇത് കൊടുത്തത്, ഈ ഒരു ഫീച്ചർ കൊടുത്തത് ഇത് വേറെ കുറെ ഉദ്ദേശം വെച്ചിട്ടാണ്. ഇവൾമാരെല്ലാം കൂടി ഇമാതിരി തോന്നിവാസം കാണിക്കുന്നു അവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണത്തില്ല. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു അറുതി വരുത്തണം. അതുവരെ നമുക്ക് ഇത് പോരാടുക തന്നെ വേണം. തീർച്ചയായിട്ടും ഇത് രേണുസുതി മാത്രമല്ല, രേണുസുതിയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലൈറ്റ് വേർഷൻ ആണ്. അതിന്റെ ഹെവി വേർഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും അതിന്റെ ഹെവി വേർഷനെല്ലാം വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ട് സഹകരിക്കണം. റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണും. രേണുസുതി ടോപ്പിക്ക് മാത്രമല്ല, ഒരുപാട് റിലവന്റ് ടോപ്പിക്ക് നമ്മുടെ ചാനലിലൂടെ പറയുന്നുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.